ധർമ്മസ്ഥലയിൽ അസ്ഥികൾ കണ്ടെത്തി. പക്ഷേ നൂറുകണക്കിന് പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് വെളിപ്പെടുത്തിയ കർണാടകയിലെ ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് നിന്ന് അസ്ഥിയുടെ ഭാഗങ്ങൾ കണ്ടെത്തി. നേത്രാവതി നദിയോട് ചേർന്നുള്ള 6ാമത്തെ പോയിന്റിൽ നിന്നാണ് അസ്ഥിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയത്. അസ്ഥികൾ പുരുഷൻ്റേതാണെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. എല്ലുകൾ പല ഭാഗത്തായി ചിതറിക്കിടക്കുന്നുണ്ടാവാമെന്നും കൂടുതൽ സമയമെടുത്ത് പരിശോധന പൂർത്തിയാക്കുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. അസ്ഥികൾ കണ്ടെടുത്തതിൽ മകസർ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. റവന്യൂ അസിസ്റ്റന്റ് കമ്മീഷണർ സ്റ്റെല്ല വർഗീസിന്റെ നേതൃത്വത്തിലാണ് മകസർ നടപടികൾ പുരോഗമിക്കുന്നത്. ശുചീകരണ തൊഴിലാളി കഴിഞ്ഞ ദിവസങ്ങളിൽ ചൂണ്ടിക്കാണിച്ച 5 സ്ഥലങ്ങളിൽ കുഴിച്ചെങ്കിലും ഒന്നും കിട്ടിയിരുന്നില്ല. 100ഓളം മൃതദേഹങ്ങൾ കുഴിച്ചിടുവാൻ നിർബന്ധിതനായി എന്ന് വെളിപ്പെടുത്തിയാണ് ശുചീകരണ തൊഴിലാളി കോടതിയെ സമീപിച്ചത്. തുടർന്നാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. നേത്രാവതി നദിക്ക് സമീപം വനത്തിലും റോഡരികിലുമായി 13 സ്ഥലങ്ങളാണ് പരിശോധനയ്ക്കായി പോലീസ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ വലിയ വിവാദമായിരുന്നു. ധർമ്മസ്ഥലയിൽ മൃതദേഹം മറവ് ചെയ്തതെന്ന് സാക്ഷി വെളിപ്പെടുത്തിയ സ്ഥലത്ത് തുടർച്ചയായ 3ാം ദിവസത്തിലെ പരിശോധനയിലാണ് നിർണായകമായ ഈ തെളിവ് കണ്ടെത്തിയത്. സ്പോട്ട് നമ്പർ 6ൽ നിന്നാണ് അസ്ഥികൂടത്തിന്റെ ഭാഗം അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. 2 അടി താഴ്ചയിൽ കുഴിച്ചപ്പോഴാണ് അസ്ഥികൾ കണ്ടെത്തിയത്. സ്ഥലത്ത് കൂടുതൽ പരിശോധനകൾ നടത്തിവരികയാണ്. ഇന്നലെ SIT തലവൻ പ്രണബ് മൊഹന്തി ബംഗളൂരുവിൽ നിന്ന് ധർമ്മസ്ഥലയിൽ നേരിട്ടെത്തി കാടിനകത്ത് കുഴിച്ചു നോക്കിയ പോയിന്റുകളിൽ നേരിട്ട് പരിശോധന നടത്തിയിരുന്നു. സാക്ഷി പറഞ്ഞതനുസരിച്ച് അന്വേഷണ സംഘം അതിരുകെട്ടി സുരക്ഷിതമാക്കിയ 8 പോയിന്റുകളാണ് ഇനി ബാക്കിയുള്ളത്. ഇതിൽ ഇനി 3 എണ്ണം കാടിനുള്ളിലാണ്. 4 പോയിന്റുകൾ നേത്രാവതി നദിയോട് ചേർന്നുള്ള ദേശീയപാതയിലാണ്. മറ്റൊന്ന് നേത്രാവതി സ്നാനഘട്ടത്തിൽ നിന്ന് ആജുകുരിയിലേക്ക് പോകുന്ന ചെറു റോഡിലാണ്. കന്യാടി എന്നറിയപ്പെടുന്ന സ്വകാര്യ ഭൂമിയിലും 2 പോയിന്റുകളുണ്ട് എന്ന് ശുചീകരണ തൊഴിലാളി പറഞ്ഞെങ്കിലും അവിടെ പരിശോധിക്കുവാൻ SITക്ക് പ്രത്യേക അനുമതി വേണ്ടിവരും. ഓരോ പോയിന്റിലും സാക്ഷി ആവശ്യപ്പെടുന്നതിലും കൂടുതൽ ചുറ്റളവിലാണ് അന്വേഷണ സംഘം കുഴിച്ച് പരിശോധിക്കുന്നത്. ബലാത്സംഗത്തിനിരയായ പെൺകുട്ടികളുടെയും യുവതികളുടെയും മൃതദേഹങ്ങൾ പുറംലോകമറിയാതെ കത്തിക്കുവാനും കുഴിച്ചിടുവാനും താൻ നിർബന്ധിതനായിട്ടുണ്ടെന്നായിരുന്നു മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ. 1998നും 2014നും ഇടയിൽ ധർമ്മസ്ഥലയിലും സമീപ പ്രദേശങ്ങളിലും ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സ്കൂൾ വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ നിരവധി സ്ത്രീകളുടെ മൃതദേഹങ്ങളാണ് താൻ കത്തിച്ചതെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. ധർമ്മസ്ഥല ക്ഷേത്ര ഭരണസമിതിക്ക് കീഴിലാണ് ഇയാൾ ശുചീകരണ തൊഴിലാളിയായി വർഷങ്ങളോളം ജോലി ചെയ്തിരുന്നത്. ഇരകൾക്ക് നീതി കിട്ടണമെന്ന ആഗ്രഹത്താലാണ് 1 പതിറ്റാണ്ടിന് ശേഷം പോലീസിനെ സമീപിച്ചതെന്നായിരുന്നു ഇയാളുടെ തുറന്നു പറച്ചിൽ. വെളിപ്പെടുത്തലിന് ശേഷം തനിക്കും കുടുംബത്തിനും സംരക്ഷണം ഒരുക്കണമെന്നും ഇയാൾ പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു. മൃതദേഹങ്ങൾ രഹസ്യമായി സംസ്കരിക്കുവാൻ തന്റെ സൂപ്പർവൈസറാണ് ഉത്തരവിട്ടിരുന്നതെന്നും പോലീസിൽ പറയുമെന്ന് പറഞ്ഞപ്പോൾ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്തുവെന്നും തൊഴിലാളി വെളിപ്പെടുത്തിയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഒരു ശുചീകരണ തൊഴിലാളിയുടെ ഇത്തരമൊരു പ്രതികരണം വളരെ ദുരൂഹമാണ്. ഇദ്ദേഹം ഇപ്പോൾ ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ ഇയാൾ മാത്രമായിരിക്കുവാൻ സാധ്യതയില്ല. ഒരുപക്ഷെ ഇതൊരു ബാർഗനിങ് ടാക്ടിക്സ് ആയിരിക്കണം. ഇപ്രകാരം ഒരു പ്രസ്താവന നടത്തി വിവാദമാകുമ്പോൾ ഈ കുറ്റകൃത്യം ചെയ്തവർ ഇവരെ സമീപിക്കും. ഇവരുമായി ഒരു സെറ്റിൽമെന്റ് നടത്തിയാൽ ആ ലൊക്കേഷൻ മാറ്റി പറഞ്ഞ് പ്രതികളെ രക്ഷിക്കാം. ശുചീകരണ തൊഴിലാളിക്ക് മാനസികാസ്വാസ്ഥ്യം മൂലം പറഞ്ഞതാണെന്ന് പിന്നീട് വരുത്തി തീർക്കുകയും ചെയ്യാം. ഈ വിഷയത്തിൽ കഴമ്പുള്ളത് കൊണ്ടായിരിക്കാം ധർമ്മസ്ഥല ക്ഷേത്ര ട്രസ്റ്റ് കോടതിയെ സമീപിച്ച് മാധ്യമവിലക്ക് സമ്പാദിച്ചത്. അവർക്ക് പേടിക്കാനൊന്നുമില്ലെങ്കിൽ ഇപ്രകാരം മാധ്യമങ്ങളുടെ വാമൂടി കെട്ടുവാൻ ശ്രമിക്കുമോ? അവർ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയല്ലേ ചെയ്യാൻ സാധ്യത. ശുചീകരണ തൊഴിലാളി പറഞ്ഞ സ്ഥലത്ത് നിന്നും അസ്ഥികൂടങ്ങൾ കിട്ടിയില്ലെങ്കിൽ കരുതാം ഈ വിവാദം ഉണ്ടാക്കിയവരും ഈ ക്ഷേത്ര ട്രസ്റ്റും തമ്മിൽ ഒരു ധാരണയായി എന്ന്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.